കഴിഞ്ഞ 30 വർഷം ഡയറക്റ്റ് സെല്ലിങ്ങിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിത്വം. 30 years ഓഫ് എക്സ്പീരിയൻസ്. നമ്മുടെ പല മേഖലകളിലും നമ്മൾ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാറുണ്ട്. അത്തരത്തിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ PhD എടുത്തൊരു വ്യക്തിത്വം. ഡോക്ടറാണ്, PhD എടുത്താണ് അദ്ദേഹം. ഒരു അഡ്വക്കേറ്റും കൂടിയാണ്, LLB നിയമ ബിരുദധാരിയും കൂടിയാണ്, സെറ്റ്സ പാനലിസ്റ്റും കൂടിയാണ്. ശൂലിനി യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശൂലിനി യൂണിവേഴ്സിറ്റി. അതിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയും കൂടിയാണ് അദ്ദേഹം. ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് പെർഫോമറാണ് അദ്ദേഹം. കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് ഹിസ്റ്ററി. ഈ ക്രിയേറ്റ്സ് ഹിസ്റ്ററി. ഫാർമ മേഖലയിൽ, ഇൻഷുറൻസ്, ടെലികോം ഇൻഡസ്ട്രി, ഒരുപാട് മേഖല. അതിൽ തന്നെ ഏറ്റവും മികച്ച കമ്പനികൾ, ഫോർച്യൂൺ 500 ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള സെയിൽസ്, അതുപോലെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുള്ള, അതിൽ തന്നെ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ നമുക്കറിയാം ഫാർമയിലൊക്കെ ഫൈസർ പോലെ, റാൻപാക്സി പോലെ, അതുപോലെ ഇൻഷുറൻസിൽ ടാറ്റ, റിലയൻസ്, HDFC ആൻഡ് ICICI, ടെലികോം ഇൻഡസ്ട്രി, ഇതിലൊക്കെ ഇൻഡസ്ട്രിയും ഫോർച്യൂൺ 500 കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ നമുക്കറിയാം. ഡയറക്റ്റ് സെല്ലിങ്ങിലൊക്കെ നമ്മൾ പൊതുവെ നമുക്ക് പറയാറുണ്ട് പ്രൊഫഷണൽസ് കുറവാണെന്ന്. കാരണം ഈ മേഖലയിൽ പുതിയ പല മേഖലയിൽ നിന്ന് ആളുകളാണ് കടന്നു വരിക. അപ്പോൾ ഇവരൊക്കെ കോർത്തിണക്കി ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധം കൊടുക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. അതിനുവേണ്ടി അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ദ ഇന്ത്യൻ MLM ഗുരു എന്ന് പറഞ്ഞ ഒരു ചാനൽ. അതിൽ 24 ലക്ഷം വ്യൂവേഴ്സ് കഴിഞ്ഞ ഒരു 9 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. 2 ലക്ഷം ഷെയറിങ് വന്നു. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു സാധാരണക്കാർക്കും വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ഞാനടക്കം, എനിക്ക് പോലും നമുക്കിവിടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു ചാനലിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെയാണ്. ഇന്ന് അദ്ദേഹം ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഡയറക്റ്റ് സെല്ലിംഗ് പ്രൊഫഷണലാണ്. PhD നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അഡ്വക്കേറ്റ്, എങ്ങനെ എല്ലാ മേഖലയിലും പേരറിയിച്ച മഹത് വ്യക്തിത്വം. ഞാൻ അദ്ദേഹത്തിനെ കൂടി വിളിക്കാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ 7 മാസം ആകുമ്പോഴേക്കും ഫാസ്റ്റസ്റ്റ് അച്ചീവർ ഇൻ ഇന്ത്യ, IMCയുടെ ചരിത്രത്തിലെ ഫാസ്റ്റസ്റ്റ് അച്ചീവർ ഇൻ ഇന്ത്യ, കേരളത്തിലെ ആദ്യത്തെ അംബാസിഡർ സ്റ്റാർ അസോസിയേറ്റ്സ്. I proudly invite Dr. വിനോദ് നമ്പൂതിരി. Associates, please come. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജനുവരി 11, 2026. ഇതൊരു തുടക്കമാണ്. ഈ ഒരു തുടക്കം ചെറിയൊരു തുടക്കമായിരിക്കാം. പക്ഷേ വരുന്ന കാലങ്ങളിൽ കേരള ജനത ഉറ്റുനോക്കിയ ഏറ്റവും വലിയ ആരോഗ്യ വിപ്ലവവും ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവത്തിൻ്റെ ആദ്യത്തെ ദിവസമാണിന്ന്. പണ്ടൊരിക്കൽ ബിൽഗേറ്റ്സിനോട് ഏറ്റവും വലിയ സക്സസ്ഫുള്ളായി നിൽക്കുന്ന സമയത്ത് ആളുകൾ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് വിജയിച്ചത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏറ്റവും മികച്ച ഒരു സോഫ്റ്റ്വെയർ ആളുകൾക്ക് കൊടുത്തു എന്നല്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളുടെ ഒപ്പം എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നതാണ്.
അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്നത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളുടെ ഒപ്പമാണ്. ഞാൻ കുറച്ച് ഡാറ്റ പങ്കുവയ്ക്കാം, കുറച്ച് സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ പങ്കുവയ്ക്കാം. അതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം നിങ്ങൾ ശരിയായ സ്ഥലത്താണോ, നിങ്ങൾ ശരിയായ സമയത്താണോ, നിങ്ങൾ ശരിയായ ആളുകളുടെ ഒപ്പമാണോ എന്ന്. നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, ഒരു കമ്മ്യൂണിറ്റി കോമേഴ്സാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും എൻ്റെ കുടുംബത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഞാൻ കാണുന്നത്. വരുന്ന കാലങ്ങളിൽ നിങ്ങൾക്കത് ബോധ്യമാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഒന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാക്കി ഇന്നത്തെ അനുഭവം മാറ്റണം. ഞാൻ പറഞ്ഞു ഇത് ശരിയായ സമയമാണെന്ന്. 1996 ഈ ഇൻഡസ്ട്രി ഇന്ത്യയിൽ വന്നത്. ഈ കാലയളവിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ ഈ 2025 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം, ഈ കഴിഞ്ഞ ഏതാണ്ട് 10-11 മാസം തുടങ്ങി വെച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പം എന്തൊക്കെയാണത്? ഒന്ന്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടു കൂടിയും പ്രോത്സാഹനത്തോടു കൂടിയും ഒരു മോണിറ്ററിംഗ് മെക്കാനിസം അത് ആദ്യമായി നടപ്പിലാക്കപ്പെട്ട സംസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളം നമ്മൾ വളരെ മുൻപന്തിയിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. നമ്പർ 1. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നിരുത്സാഹമായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ പ്രോത്സാഹനത്തോടു കൂടിയാണ് സർക്കാരുകൾ നമ്മളോടൊപ്പമുള്ളത്. നിയമപരമായിട്ടുള്ള എല്ലാ സംരക്ഷണങ്ങളും ഉറപ്പാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ്, ദിസ് ഈസ് ദ ടൈം. എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും അത് കസ്റ്റമറിന് മാത്രമല്ല പ്രവർത്തകർക്കും കൂടി ഈ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള, സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള ആദ്യത്തെ കാലയളവാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് ഇത്. 2. 3, അക്കാഡമിക് സൈഡിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും എന്തുകൊണ്ടാണ് പ്രൊഫഷണൽസ് ഇതിനകത്തേക്ക് കടന്നു വരാത്തത്? പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ ഡയറക്റ്റ് സെല്ലിങ്ങോ ഒരിക്കലും ഉൾപ്പെടുത്തിയിരുന്നില്ല. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പോലും ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ടായിരുന്നത്. വളർന്നു വരുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന കാലത്ത് പഠനത്തിൻ്റെ ഭാഗമായി തന്നെ വളരെ സ്വാഭാവികമായ രീതിയിൽ തന്നെ ഇതിനെ ഒരു ജീവിത രീതിയായിട്ട് കാണാൻ തുടങ്ങിയാൽ ഒരുപാട് ആളുകൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും ആ വരുമാനത്തിന് ശേഷം ഏതെങ്കിലും ഒരു ജോലിയിൽ കയറുന്നതിന് പകരം എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനായിട്ട് അയാൾക്ക് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് അക്കാഡമിക് സൈഡിലേക്ക് ഈ ബിസിനസ്സിനെ ബ്രിഡ്ജ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ വൈകി. പക്ഷെ വൈകിട്ടാണെങ്കിലും ഇന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും, ഇന്ന് ഇന്ത്യയിൽ UGC റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള BBA, MBA, PhD കോഴ്സുകൾ ഇന്ന് ഡയറക്റ്റ് സെല്ലിങ്ങിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതെവിടെയാണോ മാറ്റങ്ങൾ ഉണ്ടാക്കുക? ആളുകളുടെ പെർസെപ്ഷനിലും ആളുകൾ ഈ മേഖലയെ നോക്കിക്കാണുന്ന രീതികളിലുമെല്ലാം വളരെയധികം മാറ്റം ഈ അടുത്ത കാലത്ത് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ ജീവിതം മുഴുവൻ റെവല്യൂഷണലൈസ് ചെയ്തിരിക്കുന്ന സമയമാണ്. ടെക്നോളജി പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ആലോചിക്കുക. 1, ഗവൺമെൻറ് സപ്പോർട്ട്. 2, നിയമ സംരക്ഷണം. 3, അക്കാഡമിക് സൈഡിൽ പോലും വളരെ മികച്ച രീതിയിലുള്ള ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ വേണ്ടി 1-2 സെൻറ്റൻസുകൾ പറയാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ താല്പര്യമുണ്ടാവും. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ ഞാൻ PhD ചെയ്തിരിക്കുന്നത് അതിനകത്താണ്. അതുകൊണ്ടാണ് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇവോൾവ് ചെയ്തിട്ട് ഏതാണ്ട് 1957 മുതലുള്ള ഒരു കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ഇവോൾവ് ചെയ്തിട്ട് ഏതാണ്ട് 70 വർഷങ്ങളെ ആയിട്ടുള്ളൂ. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തത് പ്രോക്ടർ ആൻഡ് ഗാംബിൾ പോലെയുള്ള സ്ഥാപനങ്ങളാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് അതിൻ്റെ ബീജാവാപം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 70 വർഷങ്ങളിലായി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലുണ്ടായ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു വലിയ മേഖല. അപ്പോൾ അത് അക്കാഡമിക് സൈഡിൽ തന്നെ കുട്ടികൾ പഠിക്കുമ്പോഴുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മറ്റൊന്ന് ടെക്നോളജി. പണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കണം, കാര്യങ്ങൾ പഠിപ്പിക്കണം, വളരെ കഷ്ടമായിരുന്നു. സ്കിൽസ് വേണം, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് വേണം, കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് വേണം എന്നൊക്കെ പറയും. സത്യത്തിൽ അതൊന്നുമില്ല. ഇന്ന് ടെക്നോളജി വന്നതോടുകൂടി എല്ലാ സ്കിൽസും ടെക്നോളജി കൊണ്ടുപോയി. നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ അയച്ചു കൊടുത്ത്, ഒരു റൈറ്റപ്പ് അയച്ചു കൊടുത്ത്,
ഒരു ആർട്ടിക്കിൾ അയച്ചു കൊടുത്തുകൊണ്ട് ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നം വാങ്ങാനും സാധനങ്ങൾ വാങ്ങാനും മറ്റൊരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ചെയ്യുന്നൊരു കാലഘട്ടമായതുകൊണ്ട് റെവല്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറി. അപ്പോൾ ഇത്രയും അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് മറക്കാതിരിക്കുക. കാരണം ഏറ്റവും വലിയ ലിറ്ററസിയുള്ള ഒരു കേരളത്തിലെ ഏറ്റവും മികച്ച കുറച്ച് വ്യക്തികളോടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമാനമുണ്ട്. അപ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് പണ്ട് പ്രതികൂലമായിരുന്നെങ്കിൽ ഇന്ന് വളരെയധികം വിസ്ഫോടനാത്മകമായ രീതിയിൽ നമുക്ക് അനുകൂല സാഹചര്യങ്ങളാണുള്ളത്. അതിൻ്റെ തെളിവാണ് വെറും 8-9 മാസങ്ങളുടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം വന്നപ്പോഴേക്കും ഈ ഹോൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കാം. സോ അതിൻ്റെ തെളിവാണത്. സ്വാതന്ത്ര്യമോഹികളായിട്ടുള്ള മനുഷ്യർക്ക്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും വലിയ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം സ്വാതന്ത്ര്യമാണ്. വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളവരുടെ ഒപ്പം ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള കാര്യം. ആ സ്വാതന്ത്ര്യം ആഗ്രഹമുള്ളവരെ ഉള്ള കാലത്തോളം ഈ ഇൻഡസ്ട്രിക്ക് മരണമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാണോ അതോ പ്രതികൂലമാണോ? സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്. ഒരു മൊബൈൽ ഫോൺ നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവില്ല. അത്രയധികം വെറും ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് അബോധാവസ്ഥയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പർച്ചേസുകൾ, സാധനങ്ങൾ വാങ്ങുന്ന രീതി ഇന്ന് അബോധാവസ്ഥയിൽ ചെയ്യുന്നതിനെ അവബോധത്തോടു കൂടി കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ പർച്ചേസിനെ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കഴിയും. അതിനൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതിനെ ഒരു ഇൻകം ജനറേറ്റിംഗ് ആസറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വെറുമൊരു പർച്ചേസ്, വാങ്ങൽ പ്രക്രിയ എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ അബോധാവസ്ഥയിൽ ചെയ്യുന്നതിനെ അവബോധത്തോടു കൂടി IMCയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം പണ്ടത്തെ കാലം മാറി ഇന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ വ്യവസായം മാറ്റിമറിക്കപ്പെട്ടു എന്നുള്ള വസ്തുതയെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. പണ്ട് നിങ്ങൾ പല കമ്പനികളിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഈ മേഖലയിൽ പല സമയങ്ങളിലും പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടാത്തതിന് കാരണം മുഴുവൻ നിങ്ങളുടെ കുഴപ്പങ്ങളല്ല, മറിച്ച് എല്ലാ കോമ്പിനേഷൻസുമുള്ള ഒരു കമ്പനി കിട്ടുക എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് പോലും കയ്യെത്തിപ്പിടിക്കാവുന്ന രീതിയിൽ, കാരണം 25,000 രൂപയുടെ മാസ വരുമാനമാണ് നമ്മുടെ 143 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിലെ 75% ആളുകൾക്കും 25,000 രൂപയോ അതിൽ താഴെയോ ആണ് മാസവരുമാനം എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സിംഹഭാഗം വരുന്ന ആളുകൾക്ക് പ്രാപ്യമാകുന്ന രീതിയിലുള്ള വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടി അന്തർദേശ നിലവാരത്തോടുകൂടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തികളത് കൈനീട്ടി സ്വീകരിക്കും. അപ്പോൾ കസ്റ്റമേഴ്സ് നിലനിൽക്കും. പ്രവർത്തിക്കുന്നവർക്ക് പരമാവധി വരുമാനം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്നവരും നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്ന കസ്റ്റമേഴ്സിനെയും നിലനിൽക്കുന്ന പ്രവർത്തകരെയും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കമ്പനിക്ക് 143 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. അതാണ് കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100-ൽ ഒരു ഇന്ത്യക്കാരനെ ഓൾറെഡി സ്പർശിച്ച് കഴിഞ്ഞ ഒരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും ആയുർവേദത്തിൻ്റെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്ന ഖ്യാതി നേടിയിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം 100-ൽ ഒരു കേരളീയനെ ഇത് സ്പർശിച്ചാലുണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. കേരളം ആരോഗ്യ മേഖലയിൽ നമ്മൾ പറയും, ആരോഗ്യ മേഖലയിൽ നമ്മൾ വളരെയധികം കോൺഷ്യസ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണെന്ന്, സത്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള മലയാള മനോരമയിലെ വാർത്തയായി വന്നിട്ടുള്ള ഒരു ഫാക്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. 13,000 കോടിയുടെ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, 13,000 കോടിയുടെ മരുന്നുകളാണ് 3.5 കോടി ജനസംഖ്യയുള്ള കേരളം എല്ലാ വർഷവും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകളുടെ ഉപയോഗത്തിൽ ഡെത്ത് ബൈ പ്രിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉണ്ടെന്ന് ആലോചിക്കുക. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ വലിയ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾ ഇവിടെ വന്ന് ഈ ഹോസ്പിറ്റലുകളെ കണക്ട് ചെയ്തുകൊണ്ട് സ്വന്തമാക്കി കഴിഞ്ഞു. ഇത്തരം കമ്പനികളിൽ ഒന്നുപോലെ ഈ നേരിട്ട് സ്വന്തമാക്കുന്നു, അല്ലെങ്കിൽ വലിയ ഷെയറുകൾ വരുത്തുന്നു. അതായത് ഇത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അസുഖബാധിതരാകുമെന്ന് ഉറപ്പുള്ള വേറൊരു സംസ്ഥാനവുമില്ലെന്നുള്ള നിലയിലാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പെരുകുന്നത്. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഉദ്യോഗസ്ഥർ 50 പേര് മാത്രമാണുള്ളത്. 25,000 മെഡിക്കൽ ഷോപ്പുകളാണുള്ളത്. I was a part of Pfizer, I was part of Park Davis, I was a part of Ranbaxy, I was part of Fortune 500 multinational
ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. 50 പേര് വിചാരിച്ചാൽ 25,000 ഷോപ്പുകളിൽ ഒരിക്കൽ പോലും റെയ്ഡ് നടത്താനോ അല്ലെങ്കിൽ പരിശോധിക്കാനോ കഴിയില്ലെന്നുള്ളത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഒരു കുറവാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസം മുമ്പുള്ള എഗെയിൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. വെറും 5 ജില്ലകളിൽ നടത്തിയ ഒരു പരിശോധനയിൽ നിന്ന് 5 കോടിയുടെ നിലവാരം കുറഞ്ഞ മരുന്നുകളാണ് പിടിച്ചെടുക്കപ്പെട്ടത്. അതായത് മരുന്നില്ലാത്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹെഡിങ് തന്നെ ഉണ്ടായത് പ്രമുഖ പത്ര വാർത്തകളിൽ. അപ്പം കേരളത്തിൽ എന്തായാലും നമ്മൾ ജനിച്ചു വളർന്നു, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം തന്നത് ഈ കേരള സംസ്ഥാനമാണ്. നാളെ നമ്മൾ മരിച്ച് പോകുമ്പോൾ നമ്മൾ വന്നതിനേക്കാളും മികച്ച രീതിയിലുള്ള ഒരു കേരളം സൃഷ്ടിക്കണമെന്ന ആഗ്രഹമുള്ള എത്ര ആളുകൾ ഇതിനകത്തുണ്ട്? ഹൗ മെനി ഓഫ് യു റിയലി തിങ്ക് ദാറ്റ് വി ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ്? താങ്ക് യു വെരി മച്ച്. ഞാൻ പറയുന്നത് നമ്മൾ വന്നതിനേക്കാൾ മികച്ച ഒരു കേരളം സൃഷ്ടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തു പോയിട്ടല്ല, ഇന്ത്യക്ക് പുറത്തു പോയിട്ടല്ല അത് സാധിക്കേണ്ടത്. നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നാണ് IMC എന്ന് പറയുന്നത്. ഇരിക്കുന്ന പല മാതാപിതാക്കന്മാരുടെയും മക്കള് അവർ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നില്ല. പഴയ ആളുകളുടെ കരുത്ത് അവർക്ക് ആലോചിച്ച് നോക്കൂ. 143 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപങ്ങളിലൊന്ന് ആരോഗ്യമില്ലാത്ത ജനതയാണെന്നുള്ളതാണ്. അടുത്ത തലമുറ നമ്മുടെ അത്രയും കൂടി കരുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക? അപ്പം ഗവൺമെൻറ്റിന് ഏറ്റവും അധികം കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത്. പലരും 100 വാട്ട് ബൾബാണെങ്കിൽ അവരിപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 30 വാട്ടിലോ 50 വാട്ടിലോ ആണ്. അസുഖം ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഒപ്റ്റിമം ലെവലിലല്ല പെർഫോം ചെയ്യുന്നുണ്ടാവുക. അസുഖം വന്നാൽ മാത്രം ആശുപത്രിയിൽ പോകുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ആശുപത്രിയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. 6% ഡോക്ടേഴ്സാണ് ന്യൂട്രീഷണൽ പ്രൊഡക്ട്സിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം പേഷ്യൻസിനോട് കൈകാര്യം ചെയ്യുന്നത്. അതർവൈസ് ഡോക്ടേഴ്സ് എല്ലാവരും ഒരു അസുഖത്തിനെതിരെയുള്ള ഒരു ഫൈറ്റിംഗ് മോഡിലാണ് ഓരോ സ്ഥലത്തിരിക്കുന്നത്. ക്യാൻസർ ചികിത്സിക്കുന്ന ആൾ ക്യാൻസറിനെതിരെ, ഹാർട്ട് ചികിത്സിക്കുന്ന ആൾ ഹാർട്ട് അറ്റാക്കിനെതിരെ, അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കെതിരെയുള്ള ഒരു ഫൈറ്റിംഗ് മോഡിലാണ്. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ആരോഗ്യത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന ആരും തന്നെ പ്രൊഫഷണൽ സൈഡിലില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അപകടം മനസ്സിലാകുന്നത്. അവിടെയാണ് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പാർശ്വഫലങ്ങളില്ലാത്ത ആർക്ക് വേണമെങ്കിൽ ആരോട് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്ന തുളസി പോലെയുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഭാരതത്തിന് അഭിമാനമായി തീർന്നിട്ടുള്ള ആയുർവേദം എന്ന് പറയുന്നത് നിത്യനൂതനവും ചിരപുരാതനവും ഒരുമിച്ച് വരുന്ന എവിടെയാണ്? ആലോചിച്ച് നോക്കൂ. ചിരപുരാതനം, നിത്യനൂതനം. എന്താണ് നിത്യനൂതനം? ഇന്നത്തെ പ്രശ്നങ്ങളുടെ പരിഹാരം പ്രകൃതി തന്നെയാണ്. ചരക സംഹിതയിലെടുത്താൽ പറയും, നിങ്ങൾക്ക് സ്വാസ്ഥ്യമുള്ളവർക്ക് സ്വാസ്ഥ്യമായിട്ട് നിലനിൽക്കാനും അസുഖങ്ങളുള്ളവർക്ക് അസുഖങ്ങൾ മാറ്റാനും രണ്ടിനും കഴിയുന്ന ഒരു പ്രതിവിധിയാണ് ആയുർവേദം എന്ന് പറയും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? ആരോഗ്യത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തുള്ളി തുളസി എത്തിക്കുമ്പോൾ, പണ്ട് നമുക്കറിയാം തുളസിത്തറ നമുക്ക് താഴെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതിൽ തുളസി വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിനെ ആരാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും അവർക്ക് എല്ലാ മിത്തുകളുടെയും പുറകിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, എന്നാലേ ആളുകൾ ചെയ്യൂ. ആ തുളസിത്തറയാണ് നമ്മൾ ഒരു ബോട്ടിലിൽ എക്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ 8ാമത്തെ നിലയിലുള്ള ഫ്ലാറ്റിലുള്ള സാറിനും കൊടുക്കുന്നത്. ഒരു തുള്ളി ആരോഗ്യം നമ്മൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര ഡിവൈനാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വേറെ പൈസ ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടിനും അപ്പുറത്ത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും മാറ്റമുണ്ടാക്കുന്നതാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യമല്ല. ഒരു ഡോക്ടറുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പറയും ഡിവൈൻ പ്രൊഫഷൻ എന്നാണ് പറയുക. ഒരു നേഴ്സ് ഡിവൈൻ പ്രൊഫഷൻ. കാറ് വിൽക്കുന്ന ഒരാളെ നമ്മൾ ഡിവൈൻ പ്രൊഫഷൻ എന്ന് പറയാറില്ല. ഇവിടെ ഒരു ഡിവൈനായിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അറിയുന്ന ഒരു കാര്യം, അനുഭവത്തിൽ വന്നൊരു കാര്യം മറ്റൊരാളിലേക്ക് പകരുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ ഒരു തുള്ളി. ഇനി വേറൊരു തുള്ളി ഞാൻ പറയാം. കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മളെല്ലാവരും കണക്ട് ചെയ്തുകൊണ്ട് സഹോദരന്മാരെ പോലെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിൽ ക്യാപിറ്റലിസവും ഉണ്ട്, കമ്മ്യൂണിസവും ഉണ്ട്. ആലോചിച്ച് നോക്കൂ. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായ സ്വത്തുണ്ടാക്കുക എന്നുള്ളതാണ് ക്യാപിറ്റലിസം. എസ് ഓർ നോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇസങ്ങൾ അങ്ങനെയാണ്, ഓരോ ചിന്താധാരകളാണ്. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് സ്വന്തമായ സ്വത്തുണ്ടാക്കുക എന്നുള്ളതാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വന്തമായ സ്വത്തല്ല, അത് സമൂഹത്തിൻ്റെ സ്വത്തായിട്ട് കണക്കാക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെയാണ് വരുന്നത്? സ്വന്തമായി ഉണ്ടാക്കപ്പെടുന്ന സ്വത്തിൻ്റെ ഡെമോക്രറ്റൈസേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ക്യാപിറ്റലൈസേഷൻ്റെ ശരിയായ രീതിയിലുള്ള ഡെമോക്രറ്റൈസേഷനെയാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് വഴി, അതും പ്രത്യേകിച്ച് ആളുകൾക്ക് കയ്യെത്തുന്ന ദൂരത്തുള്ള വില കൊണ്ട് സംഭവിപ്പിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചെറിയൊരു കാര്യമല്ല.
ആത്മീയതയും സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ ഭൗതികതയും ഒക്കെ ഒരുമിച്ച് കൈകോർക്കുന്ന സ്ഥലം ആണോ അല്ലയോ? കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും കൈകോർക്കുന്ന സ്ഥലം. സ്പിരിച്വാലിറ്റിയും. എന്താ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ തൊട്ടരിക്കുന്ന ആൾ ഞാനും ഒന്നാണെന്നുള്ള അതാണ് സ്പിരിച്വാലിറ്റി, വേറെ ഒന്നുമില്ല. അത് ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ സ്പിരിച്വലാണ്. അല്ലാതെ പല മതങ്ങളിലോ മുട്ടുകുത്തലോ പെറുപിറുക്കലോ ഒന്നുമല്ല മതം, അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ അതെവിടെയാണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തി തുടങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ 5 പേരാവുന്നു. നിങ്ങൾ ആലോചിക്കുക, ഒരു നൂലിനെ പോലെ ഞാൻ വരുന്നു, കുറച്ച് പേരെ കണക്ട് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ നൂലില്ലാണ്ടാവുന്നു, കുറച്ച് പുഷ്പങ്ങൾ മാത്രം നിങ്ങൾ കാണും, കുറച്ച് കഴിയുമ്പോൾ പുഷ്പങ്ങളെല്ലാം കൂടി ചേർത്തൊരു മാലയായി കഴിയുമ്പോൾ പുഷ്പം പോലും ഉണ്ടാവില്ല, പിന്നെ മാല മാത്രമേ ഉണ്ടാവുള്ളൂ. ആണോ അല്ലയോ? ആ അനുഭവമുണ്ടല്ലോ, ആ അനുഭവം നമ്മളില്ലാതായി മാറുന്ന അനുഭവം, മറിച്ച് ഒരു മൂമെൻറ്റ് മാത്രമായി മാറുന്ന അനുഭവം, വ്യക്തി ഇല്ലാതായി എന്ന് പറഞ്ഞിട്ട് അത് സൃഷ്ടി ഇല്ലാതായി സമഷ്ടിയായി മാറുന്ന ഒരു രാസപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങളെ സ്പർശിക്കും. ഞാനിപ്പോൾ അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നല്ല കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തത്. കാരണം നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത രീതിയിൽ ഒരു പ്രപഞ്ചശക്തി നമ്മളിലേക്ക് വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഞാൻ ശ്വസിക്കുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ? അപ്പോൾ എൻ്റെ ലങ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, യെസ് ഓർ നോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എനിക്ക് ഈ ലങ്സ് മാത്രം വെച്ച് ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. പുറത്ത് മരങ്ങൾ നിൽപ്പുണ്ടല്ലേ, ഞാൻ ശ്വസിച്ച് പുറത്ത് വിടുന്നത് അത് എടുക്കുന്നു, അത് എനിക്ക് ഓക്സിജൻ തരുന്നു, അതുകൊണ്ടാണ് ഞാൻ ശ്വസിക്കുന്നത്. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ എൻ്റെ ലങ്സിൻ്റെ പകുതി മരങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞാൽ സത്യമാണോ അല്ലയോ? പക്ഷെ ആ ബോധം എനിക്ക് ഉണ്ടാവണമെന്നില്ല. ഞാൻ വിചാരിക്കും ഞാൻ ശ്വസിക്കുക എന്ന് പറയും, യെസ് ഓർ നോ? അപ്പം പറഞ്ഞു വന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പെർസെപ്ഷൻ, നമുക്ക് തോന്നലുണ്ടാവില്ല, നമ്മൾ വിചാരിക്കും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ഓരോന്നും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നു. അത് അനുഭവത്തിൽ വരുത്തുന്ന ഒരു സ്ഥലമായിട്ട് IMC പോലുള്ളൊരു സ്ഥലത്ത് വരും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആത്മീയതയുടെ വലിയൊരു കരസ്പർശം നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥ ഉണ്ടാവും. ഇതിന് കാരണഭൂതനായിട്ടുള്ളത് ഞാനോ ആൻ്റണി സാറോ ഒന്നുമല്ല. ആൻ്റണി സാറ് ഒരു അണ്ണാനെ പോലെ വന്നു, ഞാനും ഒരു അണ്ണാനെ പോലെ വന്നു, ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇത് ജനങ്ങൾ ഏറ്റെടുത്തു, ഈ ഉൽപ്പന്നങ്ങൾ ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. ഞാൻ ഒരു കാര്യം മാത്രം ഒന്ന് ചോദിക്കുകയാണ്, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, ഇതുവരെ ഇങ്ങനെ ഒരു സുഖം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയ എത്ര പേരുണ്ട്? കൈയൊന്ന് പൊക്കാമോ? നിങ്ങൾ പരസ്പരം ഒന്ന് നോക്കൂ, എത്ര കൈകൾ ഉയർന്നിട്ടെന്ന് നോക്കൂ. ഇനി നിങ്ങൾ പറയൂ, ഇനി ഈ IMC ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ? ആന്റണി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൊഡക്ട്സ് തന്നെ സംസാരിക്കും എന്നാണ്. തന്നെ സംസാരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയധികം ആളുകൾ ഒരു പ്രഷറും ഇല്ലാതെ, ഒരു സ്ട്രെസ്സും ഇല്ലാതെ, ഒരു സ്ട്രെയിനും ഇല്ലാതെ ഇവിടെ വന്ന് നമ്മളോടൊപ്പം ഇരിക്കാൻ തോന്നിയത്. വരുന്ന കാലങ്ങളിൽ നോക്കിക്കോളൂ, അത്ഭുതകരമായിട്ടുള്ള വിസ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റങ്ങളാണ് കേരളത്തിൽ വരുന്നത്. കാരണം കമ്പനികൾ നിരവധി ഉണ്ടാവാം, പക്ഷേ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ 100% മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടി ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ, അതും എക്സ്ട്രാക്റ്റുകൾ, വളരെ പെട്ടെന്ന് റിസൾട്ട്. സാധാരണഗതിയിൽ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇതൊക്കെ കുറേ കാലം അല്ല, എക്സ്ട്രാക്റ്റുകളാണ്. സയൻറ്റിസ്റ്റുകളും ഡോക്ടേഴ്സും ഡിസൈൻ ചെയ്ത് അതിൻ്റെ രൂപകൽപ്പന മുഴുവൻ അവർ മേൽനോട്ടം വഹിച്ച് വിളവെടുക്കുന്നത് മുതൽ അതിൽ നോക്കിയിരുന്ന് ഓരോ ബാച്ചിനും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് അത്ര നിഷ്കർഷയോടുകൂടി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വന്നൊരു കമ്പനിയാണ് IMC. കമ്പനി ഹാസ് കം ഫോർ ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ പീപ്പിൾ ഓഫ് ഇന്ത്യ. വളരെ ക്ലിയർ ആയിരുന്നു അവർ. സാധാരണഗതിയിൽ ഡയറക്ട് സെല്ലിംഗ് നടത്താൻ ഏതെങ്കിലും കമ്പനി മാനുഫാക്ചർ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് വായിൽ തോന്നി വിളിച്ചു പറഞ്ഞ് ചാടാനുള്ള 2 പേരെ കണ്ടുപിടിച്ച് 50,000 രൂപയുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി. അങ്ങനെയല്ല ഇത് തുടങ്ങിയത്. സോ ദിസ് കമ്പനി ഹാസ് കം ടു സ്റ്റേ. നമുക്ക് വേണ്ടി വന്ന കമ്പനിയാണ്, നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ വന്ന കമ്പനിയാണ്. ടാറ്റ കമ്പനി വലുതാവുമ്പോൾ, ബിർള കമ്പനി വലുതാവുമ്പോൾ, റിലയൻസ് കമ്പനി വലുതാവുമ്പോൾ വലുതാകുന്നത് ആ കമ്പനിയും കമ്പനിയുടെ ഓണറും മക്കളും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും മാത്രമാണെങ്കിൽ IMC വലുതാകുമ്പോൾ വളരുന്നത് നിങ്ങളെ പോലെ എന്നെ പോലെയുള്ള സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ്, ഇതൊരു ജനകീയ മുന്നേറ്റമാണ്, ഇതൊരു തുടക്കമാണ്. എൻ്റെ വാക്കുകളുടെ അവസാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കമായി മാറട്ടെ. ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.